OnePlus Nord C4 Lite ഫോൺ ലോഞ്ച് ആയിട്ടുണ്ട്. ഫോൺ വരുന്നത് രണ്ട് വേരിയന്റിലാണ്. ഒന്ന് 8GB റാമും 128GB മെമ്മറി ഉള്ള വേരിയന്റ്. അതിന് വില വരുന്നത് 19,999 രൂപ. അതുപോലെ തന്നെ 8GB റാമും 256GB മെമ്മറിയും വരുന്ന വേരിയന്റിന് വെറും 22,999 രൂപ. OnePlus എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരമായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ. വേറെ ഒന്നുമല്ല, സാംസങ്ങിൻ്റെ ഫോണും ആപ്പിളിൻ്റെ ഫോണും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഫോൺ OnePlus ആയിരുന്നു. അത് വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, സാംസങ്ങിൻ്റെ ഫോണും ആപ്പിളിൻ്റെ ഫോണൊക്കെ 40,000-നും 50,000-നും മേളിലൊക്കെ അന്ന് സെല്ല് ചെയ്യുന്ന സമയത്ത് നേരത്തെ ആ ഒരു സമയത്താണ് 25,000-നും 30,000-നും താഴെ ഈ പറയുന്ന ആപ്പിളിൻ്റെ സാംസങ്ങിൻ്റെയൊക്കെ ഫോണുകളോട് കിടപിടിക്കുന്ന ബിൽഡ് ക്വാളിറ്റിയുള്ള നല്ല സ്പെസിഫിക്കേഷൻസോട് കൂടിയ ഫോണുകൾ അവർ കൊണ്ടുവന്നത്. ആ സമയത്ത് OnePlus വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ച് ആ ഒരു സ്ട്രാറ്റജി കൂടെ തന്നെ OnePlus നല്ല രീതിയിൽ ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ആ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടാക്കി എടുത്തതിൻ്റെ കൂടെ തന്നെ അവർ പ്രൈസ് ഓരോ തവണയും പ്രൈസ് കൂട്ടി കൊണ്ടുവന്നു. കുഴപ്പമില്ല, പ്രൈസ് കൂട്ടി കൊടുത്താലും ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നു. ഒരു വർഷം 2 വർഷം മുമ്പ് വരെയൊക്കെ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരുന്നു. അവരൊരു സ്ട്രെങ്ത് ആയിരുന്നത് ബഡ്ജറ്റിൽ ഫോൺ ഇറക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഫോൺ ഇറക്കുന്നത് സാംസങ്ങിൻ്റെ ആപ്പിളിൻ്റെ ഒക്കെ ഏകദേശം പ്രൈസിനോട് അടുത്ത് നിൽക്കുന്ന പ്രൈസിലാണ് ഒരു ഫോൺ ഇറക്കുന്നത്. അപ്പോൾ പിന്നെ ആൾക്കാർ ചിന്തിക്കും, ഞാൻ അത്രയും പൈസ മുടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് OnePlusലോട്ട് പോകുന്നത്, ഞങ്ങൾക്ക് ആപ്പിളോ സാംസങ്ങോ എടുത്തുകൂടെ എന്ന് ആൾക്കാർ ചിന്തിക്കും. OnePlusന്റെ പ്രൈസ് കൂടി വന്നപ്പോൾ സാധാരണക്കാർക്കിടയിൽ OnePlusന്റെ ഫോണുകൾ ചെല്ലാതായപ്പോഴത്തേക്കും OnePlus ഒരു കാര്യം ചെയ്തു, ചെറിയ പ്രൈസിൽ ഫോൺ ഇറക്കാം. അപ്പോൾ ആ ഫോൺ വാങ്ങി യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഹൈ എൻഡ് ഫോണിലോട്ട് പോകുമല്ലോ. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് അവർ 25,000 രൂപ പ്രൈസ് വെച്ച് താഴെ 20,000-ലൊക്കെ താഴെ ഒരു CE എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സെഗ്മെന്റ് കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കുറേ ഫോണുകൾ ഇറക്കി. CE, C1, C2, C3 അങ്ങനെ കുറേ ഇറക്കി. പിന്നെ ആ ഫോണുകൾക്ക് ഒരു ലൈറ്റർ വേർഷനായിട്ട് C2 ലൈറ്റ്, C3 ലൈറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ മോഡലുകൾ ഇറക്കി. ഇപ്പം അങ്ങനെ ഇറക്കുന്ന ഫോണുകളിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ഫോണാണ് OnePlus Nord C4 Lite. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് കാര്യത്തിലോട്ട് വരാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ആരും ഈ ഫോൺ വാങ്ങരുതെന്ന് ഞാൻ പറയുന്നത്. വേറെ ഒന്നുമല്ല, അതിൻ്റെ കാരണങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സ് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ള പോസിറ്റീവ്സ് അങ്ങ് പറഞ്ഞേക്കാം. ഈ ഫോണിൻ്റെ പോസിറ്റീവ്സ് നോക്കുമ്പോൾ അങ്ങനെ അധികം പോസിറ്റീവ്സും പറയാനില്ല. എടുത്തു പറയാനുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. ഒരു 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ താഴെ നമുക്ക് 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വേറെ ആരും തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് ഈ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇനി ഇതിൻ്റെ അവസാനത്തെ പോസിറ്റീവ്, അതായത് 2 പോസിറ്റീവ് എനിക്ക് തോന്നിയത്, അതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സാണ്. അതായത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്, 2 ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ആണെന്ന് പറയാം. വേറൊരു പോസിറ്റീവും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫോണിൻ്റെ നെഗറ്റീവ്സിലോട്ട് പോകാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഫോൺ വാങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞതിന് ഉള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഫോണിൻ്റെ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. ഡിസ്പ്ലേ ഒരിക്കലും ഒരു മോശം ഡിസ്പ്ലേ ആണെന്നല്ല. 6.67 ഇഞ്ച് വരുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ 2100 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ 4K സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് 4K വീഡിയോസ് ഒന്നും ഫോണിൽ കാണാൻ പറ്റില്ല. ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ പ്രശ്നം കൊണ്ടല്ല, ഫോണിൻ്റെ പ്രോസസ്സർ അത്ര നല്ല പ്രോസസ്സർ ആയതുകൊണ്ട് അതൊന്നും സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. അതായത് ചെറിയ നെഗറ്റീവ്സ് വേറെ ഉണ്ട്. അതൊന്നും പറഞ്ഞ് ചുമ്മാ സമയം കളേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യത്തിലോട്ട് ആദ്യം തന്നെ പറയാം. ഈ ഫോണിലെ പ്രോസസ്സറാണ് ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ്. നമ്മൾ ഈ ഫോൺ വാങ്ങാൻ കൊടുക്കുന്ന വില നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏറ്റവും കുറഞ്ഞ മോഡലിൽ തന്നെ 20,000 രൂപ വരുന്നുണ്ട്. രണ്ടാമത്തെ മോഡലിന് 23,000 രൂപ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 20,000-നും 23,000-ത്തിനൊക്കെ ഇപ്പോൾ കിട്ടുന്ന ഫോണുകളിലെ പ്രോസസ്സർ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഈ OnePlus നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങിയെന്ന് മനസ്സിലാക്കാൻ വേറെ കാര്യമൊന്നും വേണ്ട. സ്നാപ്ഡ്രാഗൻ്റെ 695 എന്നൊരു പ്രോസസ്സറാണ് വരുന്നത്. ഇവരുടെ തന്നെ Nord C2 Lite, C3 Lite ഇതിനകത്തൊക്കെ വന്ന സെയിം പ്രോസസ്സർ തന്നെയാണ് സ്നാപ്ഡ്രാഗൻ്റെ 695 എന്ന് പറഞ്ഞത്. ആ ഒരു പ്രോസസ്സർ തന്നെ അവർ അതിൻ്റെ സക്സസർ ആയിട്ടുള്ള ഫോണിലും വെച്ച് കൊടുത്തു. അതും പൊക്കോട്ടെ, പഴയ പ്രോസസ്സർ തന്നെ തന്നോട്ടെ. പക്ഷേ അതിൻ്റെ പ്രൈസ് കൂടെ നമ്മൾ നോക്കണം. ഈ സ്നാപ്ഡ്രാഗൺ 695 വരുന്ന ഫോണുകൾ എന്ന് പറഞ്ഞാൽ ഒന്നുള്ളത് മോട്ടറോളയുടെ G34, അതായത് 11,000 12,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന മോട്ടറോളയുടെ G34. പിന്നെ ഉള്ള ഫോൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പോക്കോയുടെ X5 ഉണ്ട്. വേറെ 1-2 ഫോണുകളുണ്ട്. ഇതിനൊക്കെ പ്രൈസ് റേഞ്ച് വരുന്നത് 15,000 താഴെയാണ്. 14,000, 13,000, 15,000 ആ ഒരു പ്രൈസ് റേഞ്ചാണ് മാക്സിമം വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലാണ് ഈ ഒരു ചിപ്പ് സെറ്റ് വരുന്നത്. അങ്ങനെയുള്ള സമയത്താണ് OnePlus 20,000-നും 23,000-ത്തിനൊക്കെ സെയിം ചിപ്പ് വെച്ച് നമുക്ക് ഫോൺ തരുന്നത്. ഈ 20,000 അല്ലെങ്കിൽ 23,000 പ്രൈസ് റേഞ്ചിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നല്ല കിടിലം ഫോണുകൾ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ iQന്റെ Z9 എന്ന് പറഞ്ഞ ഫോൺ വരുന്നുണ്ട്. Dimensity 7200 എന്ന് പറഞ്ഞാൽ നല്ല കിടിലം പ്രോസസ്സർ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം 7.5 ലക്ഷത്തിനും 8 ലക്ഷത്തിനും ഇടയ്ക്ക് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറഞ്ഞ പ്രോസറിനകത്ത് വരുന്നത് 4 ലക്ഷമാണ് ആൻഡ്രോയിഡ് സ്കോർ. ഏകദേശം ഇതിൻ്റെ 10 മടങ്ങ് സ്പീഡുള്ള പ്രോസസ്സറുകളുള്ള ഫോണുകളാണ് 20,000-നും 23,000-ത്തിനൊക്കെ വരുന്നത്. ആ സമയത്താണ് OnePlusന്റെ കൊലച്ചതി. ആ ഒരു ബ്രാൻഡ് വാല്യൂ വെച്ച് ആൾക്കാർ നോക്കുമ്പോഴത്തേക്കും OnePlusന്റെ ഫോണുകൾക്ക് 30,000-ത്തിന് അതിന് മേളിലോട്ടൊക്കെയാണ് വില. 20,000 രൂപ പ്രൈസ് റേഞ്ച് താഴെ OnePlusന്റെ ഫോൺ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചാടിക്കയറി കണ്ണും പൂട്ടിപ്പോയി എടുക്കും. പ്രോസസ്സർ കാര്യങ്ങളും നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടുപോകും.
നെഗറ്റീവ് പറഞ്ഞപ്പോൾ പറയാൻ പറ്റിയ വേറൊരു കാര്യമുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളെല്ലാവരും വൺ പ്ലസിൻ്റെ ഫോണുകൾ എടുത്തിരുന്നത് അത് യൂസ് ചെയ്യാനുള്ള സുഖം കാരണമാണ്. പണ്ടത്തെ വൺ പ്ലസിൻ്റെ ഫോണുകൾ നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് അതിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. ഓക്സിജനോസ് ആണ് വന്നിരുന്നത്, ഇപ്പോഴും ഓക്സിജനോസ് തന്നെയാണ് വരുന്നത്. പക്ഷേ പണ്ടത്തെ ഓക്സിജനോസിനകത്ത് നമുക്ക് പരസ്യങ്ങളില്ലായിരുന്നു, അതുപോലെ തന്നെ ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഫോണിനകത്ത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവിടെ ഇവിടെ ഇഷ്ടംപോലെ പരസ്യങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല, ഇഷ്ടംപോലെ ബ്ലോട്ട്വേഴ്സ് ഉണ്ട്. അതായത് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഇഷ്ടംപോലെ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഓക്സിജൻ വോയിസ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, സംഭവം ഏകദേശം കളർ വോയിസ് തന്നെയാണ്. ഒപ്പോയുടെ കളർ വോയിസ് തന്നെയാണ് സെയിം. സാധാരണ ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ പോലെ തന്നെ വൺ പ്ലസും ആ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അവർ നശിപ്പിച്ച് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഐക്യുവിൻ്റെ ഫോണുകളും അതുപോലെ പോക്കോയുടെ ഫോണുകളുമാണ് നല്ല സ്പെക്കുള്ള ഫോണുകൾ തരുന്നത്. പക്ഷേ പോക്കോയുടെ ഫോണുകൾ വാങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇഷ്ടംപോലെ കംപ്ലൈൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ പോക്കോയുടെ ഫോണിൻ്റെ റിവ്യൂ ഇടുന്ന സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ താഴെ വന്നിട്ട് എൻ്റെ ഫോൺ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോക്കോയുടെ ഫോണുകൾ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഐക്യുവിൻ്റെ ഫോണുകൾ പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടില്ല. ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ ഐക്യുവിനെ പറ്റി അങ്ങനെ മോശമൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രൈസ് റേഞ്ച് 20,000 അല്ലെങ്കിൽ 23,000 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വൺ പ്ലസ് നോഡ് CE4 ലൈറ്റ് പോലുള്ള ഫോണുകൾ എടുത്തിട്ട് മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ എൻ്റെ അഭിപ്രായത്തിൽ ഐക്യുവിൻ്റെ Z9 5G അല്ലാന്നുണ്ടെങ്കിൽ ഐക്യുവിൻ്റെ തന്നെ Z7 Pro ഒക്കെയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ചുമ്മാ വൺ പ്ലസിൻ്റെ ബ്രാൻഡ് വാല്യൂ ഒക്കെ കണ്ട് ഇതുപോലുള്ള തട്ടിപ്പിൽ ചെന്ന് വീഴരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.